കുമ്പള ടോൾ പിരിവിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നതിനിടെ നിരക്ക് കുത്തനെ വർദ്ധിപ്പിച്ച് കർണാടക ആർടിസി. ടോൾ പ്ലാസയുടെ സാമ്പത്തിക ബാധ്യത സാധാരണക്കാരായ ബസ് യാത്രക്കാരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. ബജറ്റിനിണങ്ങിയ വിവാഹാഭരണങ്ങളുടെ വൈവിധ്യമാർന്ന കളക്ഷനുമായി റോഷി ജ്വല്ലറി. പുതുമയും പാരമ്പര്യവും ഒത്തുചേരുന്ന ഡിസൈൻസ്. റോഷി ജ്വല്ലറി, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ബാങ്ക് റോഡ് ആൻഡ് കോട്ട് റോഡ്, കാസർഗോഡ്. ഫോറെവർ ഷൈൻ. കുമ്പള ആരിക്കാടിയിൽ ദേശീയപാതയിൽ പുതുതായി ആരംഭിച്ച ടോൾ പിരിവിന്റെ ഭാരം യാത്രക്കാരിൽ അടിച്ചേൽപ്പിച്ച് കർണാടക ആർടിസി നിരക്ക് കുത്തനെ വർദ്ധിപ്പിച്ചു. ടോൾ പ്ലാസ വഴി കടന്നുപോകുന്ന കർണാടക ആർടിസി ബസ്സുകളിൽ ടിക്കറ്റ് നിരക്കിനൊപ്പം ടോൾ യൂസർ ഫീ എന്ന പേരിൽ അധിക തുക ഈടാക്കിയാണ് യാത്രക്കാരിൽ അമിത സാമ്പത്തിക ഭാരം ചുമത്തിയിരിക്കുന്നത്. നയബസാർ ചൌക്കി റൂട്ടിൽ സർവീസ് നടത്തുന്ന കർണാടക ആർടിസി ബസ്സുകളിൽ ജനുവരി 20 മുതൽ 7 രൂപയാണ് അധികമായി ഈടാക്കുന്നത്. നേരത്തെ 25 രൂപയായിരുന്ന ടിക്കറ്റ് നിരക്ക് ഇപ്പോൾ 32 രൂപയായി ഉയർന്നു. യാത്രക്കാർക്ക് നൽകുന്ന ടിക്കറ്റിൽ 25 രൂപ യാത്രാക്കൂലിയായും 7 രൂപ ടോൾ നിരക്കായും പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം ഇതേ റൂട്ടിൽ സർവീസ് നടത്തുന്ന കേരള ആർടിസി ബസ്സുകൾ പഴയ നിരക്കായ 25 രൂപ തന്നെയാണ് ഇപ്പോഴും ഈടാക്കുന്നത്. ഒരേ റൂട്ടിൽ 2 നിരക്ക് ഈടാക്കുന്നത് യാത്രക്കാർക്കിടയിൽ ആശയക്കുഴപ്പത്തിനും പ്രതിഷേധത്തിനും ഇടയാക്കിയിട്ടുണ്ട്. കുമ്പള ആരിക്കാടിയിൽ നിയമവിരുദ്ധമായി സ്ഥാപിച്ച ടോൾ പ്ലാസയുടെ സാമ്പത്തിക ബാധ്യത സാധാരണക്കാരായ ബസ് യാത്രക്കാരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന കർണാടക ആർടിസിയുടെ നടപടി അനീതിയാണെന്നാരോപിച്ച് മുസ്ലിം യൂത്ത് ലീഗ് രംഗത്തെത്തി. വിഷയത്തിൽ കേരള സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും കർണാടക അധികൃതരുമായി ചർച്ച നടത്തി അന്യായമായ നിരക്ക് വർധനവ് പിൻവലിക്കണമെന്നും യൂത്ത് ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് MA നജീബ് ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസം മുതൽ ഒരു മുന്നറിയിപ്പുമില്ലാതെ കർണാടക KSRTC ടോളിൻ്റെ അധിക ബാധ്യത ഇവിടുത്തെ ബസ് യാത്രക്കാർക്ക് നികത്തി ചുമത്തിയിരിക്കുകയാണ്. കാരണം നേരത്തെ ടോളുമായി ബന്ധപ്പെട്ട് പൊതുവാഹനങ്ങളിൽ ബസ്സുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾക്ക് ടോൾ ബാധകമല്ല എന്നുള്ള നിർദ്ദേശമുണ്ടായിരുന്നുവെങ്കിലും കഴിഞ്ഞ ദിവസം മുതൽ ടോളിൻ്റെ ബാധ്യത കർണാടക KSRTC ഓരോ യാത്രക്കാരിൽ നിന്നും പിരിച്ചെടുക്കുകയാണ്. ഉദാഹരണമായി പറഞ്ഞാൽ നേരത്തെ 25 രൂപ ടിക്കറ്റ് നിരക്കുണ്ടായിരുന്ന പ്രദേശത്തേക്ക് ഇപ്പോൾ 7 രൂപ ടോൾ നിരക്കും കൂടി ചേർത്തുകൊണ്ട് 32 രൂപയാണ് കഴിഞ്ഞ ദിവസം മുതൽ കർണാടക KSRTC ഈടാക്കുന്നത്. ഇത് കടുത്ത അനീതി മാത്രമല്ല, ജനദ്രോഹപരമാണ്. ഒരു സാധാരണക്കാരനായ ഒരാൾ തങ്ങളുടെ പൊതുവാഹനം ഉപയോഗിക്കുന്നത് ഏറ്റവും ലളിതമായി അല്ലെങ്കിൽ ഏറ്റവും ചെലവ് ചുരുങ്ങിയ യാത്രയ്ക്ക് വേണ്ടിയാണ് പൊതുവാഹനങ്ങൾ ഉപയോഗിക്കുന്നത്. ആ പൊതുവാഹനം ടോളിൻ്റെ ബാധ്യത മുഴുവനും ഇവിടുത്തെ സാധാരണക്കാരായ യാത്രക്കാർക്ക് അടിച്ചേൽപ്പിക്കുന്നത് കടുത്ത അന്യായമാണ്. ഈ അന്യായത്തിനെതിരെ അതിശക്തമായ രൂപത്തിലുള്ള സമരപരിപാടികളുമായി മുന്നോട്ട് പോകും. കാരണം ഇത് കേട്ടുകേൾവില്ലാത്ത കാര്യമാണ്, എവിടെയുമില്ല. ഒരു ബസ്സിൽ യാത്ര പോകുന്ന മുഴുവൻ ആളുകൾക്കും ആ ബസ്സിൽ കൊടുക്കേണ്ട ടോളിൻ്റെ നികുതി ഭാരം മൊത്തം ആ സാധാരണക്കാരായ ഓരോ യാത്രക്കാരനും ചുമത്തിക്കഴിഞ്ഞാൽ എന്തായിരിക്കും ഒരു അവസ്ഥ? ഇത് വളരെ കാസർഗോഡ് ജില്ലയിൽ ജനിച്ചു പോയെന്നൊക്കെ ഒറ്റ കാരണം കൊണ്ട് ഇവിടുത്തെ ജനതയോട് കാണിക്കുന്ന വെല്ലുവിളിയായിട്ടാണ് നമ്മൾ കാണേണ്ടത്. കാരണം യൂത്ത് ലീഗ് ഇതിനെതിരെ അതിശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കും. ഇതുമായി ബന്ധപ്പെട്ട് കർണാടക ഗതാഗത വകുപ്പ് മന്ത്രി മറ്റു ബന്ധപ്പെട്ട ആളുകൾക്കെല്ലാം ഇന്നലെ തന്നെ നിവേദനം കൊടുത്തു കഴിഞ്ഞു. സർക്കാർ ഇതിൻ്റെ ബന്ധപ്പെട്ട അധികാരികൾ ഇതിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ അതിശക്തമായ സമരപരിപാടികളായി മുന്നോട്ട് പോകും. മറ്റൊരു കാര്യം, ഈ ബസ്സുകൾ മുഴുവനും കടന്നു പോകുന്നത് സർവീസ് റോഡിലൂടെയാണ്. ആരിക്കാടിയിലെ ടോൾ പ്ലാസ അടുത്ത് സർവീസ് റോഡില്ല എന്നൊറ്റ കാരണം കൊണ്ടാണ് മെയിൻ റോഡിലേക്ക് അല്ലെങ്കിൽ ദേശീയപാതയുടെ പ്രധാന റോഡിലേക്ക് കടന്നു പോകേണ്ടി വരുന്നത്. സർവീസ് റോഡിൽ മാത്രം കടന്നു പോകുന്ന ഈ ബസ്സുകൾക്ക് എന്തിനാണ് സർക്കാർ ടോൾ നികുതി ചുമത്തുന്നത്? അപ്പോൾ ദേശീയപാത അതോറിറ്റി ശരിക്കും പറഞ്ഞാൽ ബസ്സുകളോ ടോൾ വാങ്ങാൻ പാടില്ല. ബസ്സാണെങ്കിൽ അതിൻ്റെ ബാധ്യത ഇവിടുത്തെ സാധാരണക്കാരെ യാത്രക്കാർക്ക് ചുമത്താൻ പാടില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ജനങ്ങളെ സാധാരണക്കാരെ വെല്ലുവിളിക്കുന്ന ഒരു നിലപാടുമായിട്ടാണ് ഇവിടുത്തെ ഭരണകൂടം, ഇവിടുത്തെ അധികാരികൾ മുന്നോട്ട് പോകുന്നത്. ഇതിനെതിരെ അതിശക്തമായ പ്രതിഷേധം ഉയരേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള സമരപരിപാടികൾ നമ്മൾ ആസൂത്രണം ചെയ്തു വരികയാണ്. തീർച്ചയായും ഇതിനെതിരെയുള്ള സർക്കാർ ഈ നിലപാടിൽ നിന്ന് പിന്മാറുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഇല്ലെങ്കിൽ
ഇതിനെതിരെയുള്ള ശക്തമായ സമരപരിപാടിയുമായി മുസ്ലിം യൂത്ത് ലീഗ് ഉൾപ്പെടെയുള്ള സകല സംഘടനകളെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. സാധാരണക്കാരുടെ പ്രയാസം കണക്കിലെടുത്ത് ഈ കൊള്ള അവസാനിപ്പിക്കുവാൻ തയ്യാറായില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി രംഗത്തിറങ്ങുമെന്നും MA നജീബ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.